മാത്രമാണ്. 8ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവയവങ്ങളെ കുറിച്ച് പറഞ്ഞു. അതാണ് ഒരാളോടുള്ള സ്നേഹത്തിന്റെ അടയാളം. അവിടുത്തെ അവയവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു പരിശുദ്ധ ഖുർആനിന്റെ 8ഓളം സ്ഥലങ്ങളിൽ. വേറെ ഏത് പ്രവാചകനിട്ടും ഈ തൗഫീഖ്. ഖദ് നറാ തഖല്ലുബക വജ്ഹിക ഫിസ്സമാ, നബിയെ അവിടുത്തെ മുഖം ആകാശത്തേക്ക് ഉയരുന്നത് ഞാൻ കാണുന്നുണ്ട്. നബിയെ അവിടുത്തെ മുഖത്തെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ ചർച്ച ചെയ്യുകയാണ്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, വജ്ഹിനെ കുറിച്ച് അല്ലാഹുവിടെ ചർച്ച ചെയ്തു. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുഖത്തെ കുറിച്ച് ചർച്ച ചെയ്തു പരിശുദ്ധ ഖുർആൻ. വേറെ ആരുടെ മുഖമാണ് ചർച്ച ചെയ്യുക? ولا تمدن عينيك إلى ما متعنا به, ആഡംബരത്തിലേക്ക് അവിടുത്തെ കണ്ണിനെ നീട്ടരുത് നബിയെ. ആഡംബര ജീവിതത്തെ മോഹിക്കരുത് നബിയെ, ആഗ്രഹിക്കരുത് നബിയെ. അവിടുത്തെ കണ്ണിനെ കുറിച്ച് അല്ലാഹു ചർച്ച ചെയ്യുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു പ്രവാചകന്റെ കണ്ണാണ് പരിശുദ്ധ ഖുർആനിൽ ചർച്ച ചെയ്തിട്ടുള്ളത്? കണ്ണിനെ കുറിച്ച് അല്ലാഹു തആല ചർച്ച ചെയ്തു. വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക്, അവിടുത്തെ കൈയെ കുറിച്ച് ചർച്ച ചെയ്തു. നബിയെ അവിടുത്തെ കൈ അവിടുത്തെ പിരടിയിൽ വെച്ച് കെട്ടരുത് നബിയെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അവിടുത്തെ പിരടിയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പ്രവാചകനെ കുറിച്ച് ചർച്ച ചെയ്യും? കയ്യെ കുറിച്ച് ചർച്ച, പിടലിയെ കുറിച്ച് ചർച്ച. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അലം നശ്റഹ് ലക സദ്റക, അവിടുത്തെ നെഞ്ചിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അൻഖള ലഹ്റക, അവിടുത്തെ മുതുകിനെ കുറിച്ച് അല്ലാഹു ചർച്ച ചെയ്യുകയാണ്. ലോകത്ത് ഏത് പ്രവാചകനെ കുറിച്ചാണ് ഇത്രത്തോളം ചർച്ച ചെയ്യുക? ഫൈന്നമാ യസ്സർനാഹു ബിലിസാനിക, അവിടുത്തെ നാവിനെ കുറിച്ച് അല്ലാഹു ചർച്ച ചെയ്യുകയാണ്. നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ, അവിടുത്തെ ഹൃദയത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഇങ്ങനെ 8ഓളം അവയവങ്ങളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ കുറിച്ച് മാത്രമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആരെ കുറിച്ചാ ചർച്ച ചെയ്തിട്ടുള്ള? ഖുർആൻ എടുത്ത് നോക്കി. നബിതങ്ങളെ കുറിച്ചല്ലാതെ വേറെ ആരെ കുറിച്ചാ ചർച്ച ചെയ്തിട്ടുള്ളത്? ഇത്രയും ഖുർആനിന്റെ ആയത്തുകളിൽ നബിയുടെ ഓരോ അവയവങ്ങളെ കുറിച്ച് അല്ലാഹു ഇവിടെ പരാമർശിച്ചത്. അവയവങ്ങളെ കുറിച്ചാണ് പരാമർശിച്ചത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് കൊടുത്ത മഹത്വം ബാക്കിയുള്ള പ്രവാചകന്മാരെക്കാളുള്ള മഹത്വം, അതായത് പ്രവാചകന്മാർ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കാതെ അല്ലാഹു കൊടുത്തു. അതല്ലേ നല്ലത്? മഹത്വം ഏതാ? ഒരാൾ ചോദിച്ചിട്ട് കൊടുക്കുന്ന മഹത്വമാണോ വലുത്, അതല്ല ഫ്രീ ആയിട്ട് കൊടുക്കലാണോ വലുത്? ഒരാൾ പോയി ചോദിച്ചിട്ടൊരു 10 റുപ്യ വാങ്ങുന്നതും ഇത് കാര്യം അറിഞ്ഞിട്ട് അങ്ങോട്ട് 10 റുപ്യ കൊടുക്കുന്നതിലും ഏതാ ശ്രേഷ്ഠത? ബഹുമാനമുള്ള മോമിനിങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം എത്രത്തോളം മഹത്വം ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്രയൊക്കെ പറയുന്നത്. പക്ഷേ നിങ്ങൾ പലകുറി കേട്ട് കാണാം, എങ്കിൽ തന്നെയും കേൾക്കാത്തവർ കാണുമല്ലോ. മനസ്സിലാക്കണം നമ്മൾ. നബി തങ്ങളെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. പറഞ്ഞുകൊണ്ടേയിരിക്കാം. തീരുന്നില്ല. ഇന്നോ നാളെയോ പറയുന്നത് കൊണ്ട് തീരുന്നില്ല, എങ്ങും എത്തൂല. അവിടുത്തെ മാതൃകാ ജീവിതമാണ് നമ്മളുടെ ചർച്ചാ വിഷയമെങ്കിൽ അവിടുത്തെ മാതൃകാ ജീവിതത്തിലേക്ക് കടന്നിട്ടില്ല. ആദ്യം അവിടുത്തെ മഹത്വത്തെ നമ്മളൊന്ന് വിലയിരുത്തുകയാണ്, ആ പദവി ഒന്ന് വിലയിരുത്തുകയാണ്. പദവിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് മനുഷ്യനെ സ്നേഹിക്കുന്നത് 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ. സൗന്ദര്യത്തെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും കാവ്യമാധവന്റെയും മീരാ ജാസ്മിന്റെയും കൂടെയൊക്കെ പോണതിന്റെ പോക്കെന്താ? ഈ താത്താമാരടക്കം, ഈ കാക്കാമാരടക്കം, ചെറുപ്പക്കാരടക്കം ഇവരൊക്കെ ഫാൻസ് അസോസിയേഷന്റെ ബോർഡും വെച്ചിട്ട് ഇന്ന് അതിന്റെ മുന്നിൽ സാമ്പ്രാണിത്തിരിയും കത്തിച്ച് അത്തഹിയാത്ത് ഇരുന്ന് അവിടെ സുജൂദും ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയല്ലേ.
ഇവർക്ക് വേണ്ടി ഇൻകുലാബ് വിളിക്കുന്ന, ഇവർക്ക് വേണ്ടി കൊട്ടിഘോഷിക്കുന്ന ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ ആരെങ്കിലും രോഗികളായി കിടന്നാൽ ഈ പറയപ്പെട്ട സിനിമാ നടീനടന്മാർ ആരെങ്കിലും വരുമോ? അവനെ ഒന്ന് രോഗസന്ദർശനം നടത്താൻ വരുമോ? അവൻ മരിച്ചു എന്നിരിക്കട്ടെ, അവന്റെ ഖബറിന്റെ മുകളിൽ ഒരു റീത്ത് സമർപ്പിക്കാനെങ്കിലും അവര് സന്നിഹിതരാകുമോ? വരുമോ സുഹൃത്തെ? ഇല്ല സുഹൃത്തെ. ഇവരെയാണോ നിങ്ങൾക്ക് വേണ്ടത്? അതല്ല, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾക്ക് വേണ്ടത്? സൗന്ദര്യമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ എന്റെ സഹോദരിമാരെ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന സഹോദരിമാർ സൗന്ദര്യത്തെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ നിറകുടം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈ വജ്ഹിലെ നൂറ് പ്രകാശത്തെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രകാശത്തെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായി. അടുത്ത സൗന്ദര്യം ചെറിയ സൗന്ദര്യമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം നമുക്ക് അളക്കാൻ കഴിയില്ല. അത് ആയിഷ ബീവി പറഞ്ഞില്ലേ, മിസ്രിലെ പെൺകുട്ടികൾ യൂസുഫിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നുകൊണ്ട് അവരുടെ വിരലുകൾ മുറിച്ചു മാറ്റിയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പെണ്ണങ്ങാനും എന്റെ ഹബീബായ തങ്ങളെ നേരിട്ട് കണ്ടിരുന്നുവെങ്കിൽ ഹൃദയം പൊട്ടി മരിക്കുമായിരുന്നു. ഹൃദയം പൊട്ടി മരിക്കുമായിരുന്നു. അത്രത്തോളം സൗന്ദര്യത്തിന്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കെങ്കിലും സൗന്ദര്യത്തിന്റെ പേരിലാണ് ഒരാൾക്ക് ഒരാളോട് ഇഷ്ടമെങ്കിൽ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് വഫാത്തായി പോയില്ലേ, ഇനിയിപ്പോ നമ്മൾ അദ്ദേഹത്തെ സ്നേഹിച്ചിട്ട് എന്താ കാര്യം? വഹുവ ഫീ ഖബ്രിഹി ഹയ്യുൻ. നമ്മൾ ചൊല്ലുന്ന സലാത്തുകളും സലാമുകളുമെല്ലാം മദീനയുടെ മണവാളൻ കേൾക്കുന്നുണ്ട്, അതിന് മറുപടി നൽകുന്നുണ്ട്. നമ്മൾ ചൊല്ലുന്ന സലാത്തുകൾക്ക് മറുപടി നൽകുന്ന ആ പ്രവാചകനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. സഹോദര സഹോദരി, നിങ്ങളുടെ സ്നേഹം അവിടത്തേക്കായിരിക്കണം. കേവലം ഒരു മനുഷ്യനെ, സാധാരണക്കാരനായ ഫിലിം ഷോയിൽ കാണിക്കുന്ന ഹാസ്യ നടനെയോ അതല്ലെങ്കിൽ ഒരു പാട്ടുകാരനെയോ അതല്ലെങ്കിൽ പട്ടുറുമാലുകാരനെയോ അതല്ലെങ്കിൽ റിയാലിറ്റി ഷോക്കാരനെയോ നിങ്ങൾ ഈ ദുനിയാവിൽ സ്നേഹിച്ചത് കൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടുകയില്ല. പക്ഷേ ഹബീബായ തങ്ങളെ സ്നേഹിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് പുണ്യമാണ്, ദുനിയാവിലും ആഖിറത്തിൽ നിങ്ങൾക്ക് ഗുണമാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങളെ സ്നേഹിക്ക്. സൗന്ദര്യത്തിന്റെ പേരിലാണ് സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ നബിതങ്ങളാണ് നിങ്ങൾക്ക് മാതൃക. ഇനി അതല്ല, ആരെങ്കിലും ഒരാളെ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ധൈര്യവും സ്ഥൈര്യവും ശക്തിയും മൽപിടുത്തത്തിൽ ഒന്നാം സ്ഥാനം വാങ്ങുന്ന വ്യക്തിയുമാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടൊരു പ്രത്യേകമായ ആരാധനയുണ്ട്, ഒരു ഇഷ്ടമുണ്ട് എന്നാണ് ആരെങ്കിലും കരുതുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൽപിടുത്തത്തിൽ എനിക്ക് 40 പേരുടെ ശക്തിയാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. 40 പേരുടെ ശക്തി ആർക്കുണ്ട്? വലമ്മാ ഗശിയഹുൽ മുശ്രികൂന ഉഹദിലും ബദറിലും ഉഹദിലും ഹുനൈനിലും പരാജയ ഭീതി നേരിട്ടപ്പോൾ സഹാബാക്കൾ നബിയിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ്. വലമ്മാ ഗശിയഹുൽ മുശ്രികൂന, മുശ്രിക്കീങ്ങൾ നബി തങ്ങളെ വലയം ചെയ്തപ്പോൾ, പൊതിഞ്ഞപ്പോൾ, നസല അൻ ബഗ്ലതിഹി, കോവർ കഴുതയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് ധൈര്യസമേതം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന നബിയുൽ ലാ കദിബ്, അന നബിയുൽ ലാ കദിബ്, അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ സത്യത്തിന്റെ പ്രവാചകനാണ്, ഞാൻ കള്ളപ്രവാചകനല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ ചങ്കൂറ്റമുള്ള മകനാണടാ. ആർക്ക് ധൈര്യമുണ്ടടാ എന്നെ അടിക്കാൻ? മുന്നോട്ട് കടന്നുവാടാ എന്ന് ഉഹദിലും ഹുനൈനിലും അല്ലാഹുവിന്റെ റസൂൽ ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതിയെങ്കിൽ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാറു യഹദുൻ അശദ്ദ മിൻഹു, ആ ദിവസത്തിൽ നബിതങ്ങളെക്കാൾ ഇത്രത്തോളം ധിക്കാരത്തോടെ, ഇത്രത്തോളം ധൈര്യസമേതം സ്ഥൈര്യസമേതം പൊരുതുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഞങ്ങളെ കൊണ്ടുപോലും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നബി തങ്ങൾ ഒറ്റയ്ക്ക് മുശ്രിക്കീങ്ങളോട് നിന്നുകൊണ്ട് സംസാരിച്ചു. ഒരാൾ പോലും നബി തങ്ങളുടെ രോമകൂമത്തിൽ സ്പർശിച്ചിട്ടില്ല. ആ പ്രവാചകനാണ് ധൈര്യശാലിയെങ്കിൽ, ആർക്കെങ്കിലും ധൈര്യമുള്ളവനെയാണ് ഇഷ്ടമെങ്കിൽ ഹബീബായ തങ്ങളെ നിങ്ങൾ സ്നേഹിക്കണേ, ഹബീബായ തങ്ങളെ നിങ്ങൾ ആദരിക്കണേ, ഹബീബായ തങ്ങളുടെ പാദത്തെ നിങ്ങൾ അനുധാവനം ചെയ്യണമേ. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന അശ്ജഅന്നാസ് വഅജ്വദന്നാസ് വഅഹ്സനന്നാസ്, ജനങ്ങളിൽ നല്ലവനായിരുന്നു മുഹമ്മദ്, ജനങ്ങളിൽ ധൈര്യശാലിയായിരുന്നു മുഹമ്മദ്, ജനങ്ങളിൽ ഉദാരനായിരുന്നു മുഹമ്മദ്.